തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആഖിറത്തിലേക്കുള്ള നിങ്ങളുടെ സഞ്ചാരത്തിൽ നിങ്ങൾക്ക് ആദ്യത്തെ സത്രം, നിങ്ങളുടെ വഴിയമ്പലം, നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ആദ്യത്തെ ഗേഹം, അത് അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ പദത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലം ഖബറാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തിനോട്, വിശുദ്ധ നബിയേ, ഖബറാണോ ആദ്യത്തെ വീട്? നമ്മൾ ആദ്യം വിശ്രമിക്കുന്നത് ദുനിയാവിലല്ലേ? അവിടെയല്ലയോ നമ്മൾ മൊഞ്ചുള്ള വീടുണ്ടാക്കിയത്? അവിടത്തെ വീടിനല്ലയോ നമ്മൾ ഭംഗി കൂട്ടിയത്? അവിടത്തെ വീടിന്റെ വീട് കൂടൽ ചടങ്ങിനല്ലയോ നമ്മൾ ആളുകളെ ക്ഷണിച്ചത്? അവിടത്തെ വീട് കൂടലിന്റെ കടന്നിരിക്കൽ പരിപാടിക്കല്ലയോ നമ്മൾ ഭക്ഷണം വിളമ്പിയത്? എന്നിട്ടും പരിശുദ്ധ നബിയേ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ വഴിയിൽ ഖബറാണ് ആദ്യത്തെ വീട് എന്നെന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലേ അങ്ങ് പറഞ്ഞത്? ഖബർ കുടിക്കാൻ, ഖബർ എന്ന വീടുണ്ടാക്കാൻ നമ്മൾ എഞ്ചിനീയർ കാണാൻ പോയിട്ടില്ല. ഖബർ എന്ന വീട്ടിലേക്ക് കുടിയിരിക്കാൻ നമ്മൾ ആർക്കും ഇൻവൈറ്റേഷൻ ലെറ്റർ കൊടുത്തിട്ടില്ല. ഖബർ എന്ന വീടിന് ഇന്റീരിയർ ഒരു അറയാണ്, അത് മണ്ണിന്റെ ഒരു കുഴിമാടമാണ്. എന്നിട്ട് ആ കുഴിമാടത്തെ പറ്റിയാണോ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കാതെ, ഭൂമി രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് വീട് കിട്ടിയ ആ വീടിനെ പറ്റിയാണോ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ വഴിയിൽ ആദ്യത്തെ വീട് എന്ന് പറഞ്ഞത് തിരുനബിയേ എന്ന് സ്വഹാബ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത മറുപടി ചരിത്രപരമാണ്. നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? സ്വഹാബ, അതിന്റെ വിശാലത, അതിന്റെ സൗകര്യം, അതിന്റെ മോഡിഫിക്കേഷൻ, അതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ, ഇതെല്ലാം അവിടെ പരിഗണിക്കുക. ഒരു വീടിനെ വീട് എന്ന് പരിഗണിക്കണമെങ്കിൽ അതിനകത്ത് നമ്മൾ താമസിക്കുന്ന ഡ്യൂറേഷനാണ്, കാലാവധിയാണ്. അപ്പൊ ദുനിയാവിലെ വീട്ടില് നമ്മളെ പറ്റി റസൂലുള്ളാഹി തങ്ങള് ഓൾമോസ്റ്റ് നമ്മുടെ പ്രായത്തെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ്? അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70, എന്റെ സമുദായത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അപ്പൊ അതിന്റെ എബോ പോവാം, അതിന്റെ ബിലോ വരാം. അതൊക്കെ ഡിപ്പെൻഡ് ഓൺ നമ്മളൊക്കെ റൂഹ് പിടിക്കുന്നതിനനുസരിച്ചാണ് അല്ലേ? ചില ആളുകൾ നേരത്തെ പോകും, ചില ആളുകൾ വൈകി പോകും. പക്ഷേ ആവറേജ് ശരാശരി എന്റെ ഉമ്മത്തിന്റെ പ്രായം ബിറ്റ്വീൻ 60 and 70. ആ ഉമ്മത്ത് ദുനിയാവിലെ വീടിനെ പറ്റി ഒരു വീട് എന്ന്, സത്രം എന്ന്, വഴിയമ്പലം എന്ന്, വിശ്രമസ്ഥലം എന്ന്, ആഖിറത്തിലേക്കുള്ള സഞ്ചാര പഥത്തിലെ ആദ്യത്തെ ഭവനം എന്ന് എങ്ങനെയാണ് സ്വഹാബ പറയാ? എന്നാൽ നിങ്ങൾ പോയി കിടക്കുന്ന ഖബറിനെ പറ്റി നിങ്ങൾ ആലോചിക്കണം. അവിടെ മോഡിഫിക്കേഷൻ ഇല്ല, അവിടെ ബ്യൂട്ടിഫിക്കേഷൻ ഇല്ല, അവിടെ പെയിന്റ് വർക്കുകൾ ചെയ്തിട്ടില്ല, അതിന് നിങ്ങളെ എഞ്ചിനീയറെ കണ്ടിട്ടുമില്ല. പക്ഷെ അവിടെ കിടക്കുന്ന കാലാവധി എത്രയാണ്? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെയാണ്. അപ്പൊ അത് എത്ര കാലമാണ്? അത് ദശാബ്ദങ്ങളാണ്, അത് ശതാബ്ദങ്ങളാണ്, അത് നൂറ്റാണ്ടുകൾ, പതിറ്റാണ്ടുകളാണ്. അപ്പോ ആ കിടക്കണ കാലത്തിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ വീടിനെ വീടായിട്ട് പരിഗണിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം, ആ ഒരുക്കം എവിടെയാണ് ഉണ്ടാവുക? അത് ശരീരത്തിലല്ല, പ്രകടന പരതകളിലല്ല, അത് കൽബിന്റെ ഉള്ളിലാണ്. അപ്പൊ കൽബിനെ നന്നാക്കാനാണ് സത്യത്തിൽ നമ്മൾ മജ്ലിസുൽ ഇൽമിലൊക്കെ ഒരുമിച്ച് കൂടുന്നത്. കൽബ് നന്നാവുക. നമ്മൾ എപ്പോഴും ഏത് സമയത്തും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രിവിലേജ് കൊടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഒറ്റവയവത്തിനാണ്. വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ, അത് സുതയേക്കാൾ സ്വാദ്യമാകും സംശുദ്ധി പൂടുകിൽ. ശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കടങ്കഥ പറയും പോലെയാണ് പറഞ്ഞത്, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ. സ്വഹാബ, നിങ്ങളുടെയൊക്കെ ശരീരത്തിന്റെ അകത്ത് ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത്, ആ മാംസപിണ്ഡമെങ്ങാനും ശരിയായാൽ സ്വലഹൽ ജസദു കുല്ലു, ശരീരമാസകലം ശരിയായിരിക്കുകയാണ്. വ ഇദാ ഫസദത്, ആ മാംസപിണ്ഡമെങ്ങാനും മോശമായാൽ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ മോശമായിരിക്കുകയാണ്. അലാ, നിങ്ങൾ അറിയണം, ഫഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. അപ്പൊ ഹൃദയത്തിന്റെ അകത്തേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ഭംഗിയും കൊടുക്കേണ്ടത് ഹൃദയത്തിനാണ്. സാധാരണ ഇംഗ്ലീഷുകാർ പറയാറുണ്ട്, ദി മോസ്റ്റ് പവർഫുൾ മേക്കപ്പ് ഓഫ് എ വുമൺ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ, അല്ലേ? എ പേഴ്സൺ ഈസ്
പാഷൻ ആൻഡ് എംപവർമെന്റ്. ഏതൊരു മനുഷ്യന്റെയും ശക്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക വസ്തു എന്ന് പറയുന്നത് അവരുടെ പാഷനാണ്. അല്ലാതെ നമ്മൾ മുഖത്ത് ധരിക്കുന്ന, മുഖത്തേക്ക് ഇടുന്ന ബ്യൂട്ടി ടിപ്സ് അല്ല, നമ്മുടെ വസ്ത്രങ്ങളല്ല, നമ്മുടെ ശരീരഭാഷയല്ല, നമ്മുടെ പ്രകടനപരതയല്ല, അതൊന്നുമല്ല. അത് കൽബാണ്, കൽബാണ്, കൽബാൻ. അപ്പൊ എപ്പോഴും ശരീരത്തിന്റെ നായകൻ കൽബാൻ. മദീനയിലെ പള്ളിയിലേക്ക് ഒരു മധ്യാഹ്ന നേരത്തെ പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. ഒരു മനുഷ്യൻ മസ്ജിദുൻ നബവിയുടെ അകത്ത് വെച്ചിട്ട് നിസ്കരിക്കുന്നത് പ്രവാചക തിരുമേനി ഇങ്ങനെ ദർശിക്കുകയാണ്. അയാൾ നിസ്കാരത്തിന്റെ ഇടയിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ ഇങ്ങനെ കളിക്കുകയാണ്. കൈ ഇങ്ങനെ എടുത്തിട്ട് താടി രോമങ്ങളിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ കളിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ട് ആ നിസ്കാരക്കാരനെ തന്റെ കൈ കൊണ്ട് ഇങ്ങനെ താടി രോമങ്ങളിൽ അലക്ഷ്യമായി അനിയന്ത്രിതമായിട്ട് നിസ്കാരമൊക്കെ ശ്രദ്ധിക്കാതെ, നിസ്കാരത്തിലേക്ക് യാതൊരു കോൺസെൻട്രേഷനും കൊടുക്കാതെ അദ്ദേഹം ഇങ്ങനെ കൈവിരലുകളെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയല്ലേ? ആരാധനക്കിടയിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ട ആരാധന എന്താണ്? ആരാധനയിൽ നീയത്ത് വെച്ചത് ലില്ലാഹി തആല, ഇത് റബ്ബിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള നമസ്കാരമാണ്. ആരാധനക്കിടയിലാണ് അദ്ദേഹത്തിന്റെ കൈവിരലുകളെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഹാദാ ലൗ ഖശഅ ഖൽബുഹു ലഖശഅത് ജവാരിഹുഹു. ഈ മനുഷ്യന്റെ ഖൽബെങ്ങാനും അള്ളാഹുവിനെ പേടിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവൻ റബ്ബ് തആലയെ പേടിക്കുമായിരുന്നു. ഇപ്പോഴുള്ള പ്രശ്നം അദ്ദേഹത്തിന്റെ ഖൽബ് അള്ളാഹുവിനെ പേടിച്ചിട്ടില്ല. ഖൽബ് അല്ലാഹുവിനെ പേടിക്കാത്ത കാലത്തോളം ശരീരത്തിന്റെ ഒരു അവയവങ്ങളും പറഞ്ഞാൽ കേൾക്കൂല, റബ്ബിനെ കാണൂല, റബ്ബിനെ കണ്ടെത്തൂല, അല്ലാഹുവിനെ ഭയപ്പെടില്ല. എന്നിട്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അസ്ലിഹി റായി വറഇയ. അല്ലാഹുവേ, എന്റെ ശരീരത്തിലെ ആട്ടിടയനെയും മേക്കപ്പെടുന്ന ആട്ടിൻ പറ്റങ്ങളെയും നീ സുൽഹിലാക്കണേ, നീ നന്മയുടെ വഴിയിലേക്ക് വഴി നടത്തണേ തമ്പുരാനെ. മൻ ഹുവ റായി യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ ശരീരത്തിന്റെ ആട്ടിടയൻ എന്ന് പറഞ്ഞാൽ അതാരാണ്? പരിശുദ്ധ റസൂലേ. അള്ളാഹുവിന്റെ റസൂല് പറയാ, റായി ശരിയാവണം, ലീഡർ ശരിയാവണം. ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ് അനുയായികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ലീഡർ അത് ഹൃദയമാണ്, ഹൃദയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരത്തിന്റെയും അത്തഹിയ്യാത്തിൽ ദുആ ചെയ്യുകയാണ്. വിട്ടുന്നതിന്റെ മുമ്പ് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സബ്ബിത് ഖുലൂബനാ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. ഏത് സാഹചര്യത്തിലും മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, ഞങ്ങളെ കൽബുകളെ നിന്റെ ദീനിന്റെ മേൽ നീ ചിരപ്രതിഷ്ഠ നേടിയ കൽബുകളാക്കി മാറ്റണേ അല്ലാഹ്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാല് അത് അവിടേക്ക് പോയാൽ അങ്ങോട്ട് കൽബിന് മൈലാൻ, അങ്ങോട്ട് കൽബിന് ചായ്വ്, അങ്ങോട്ട് ഒരു പ്രത്യേക അംബിഷൻ വരികയാണ് അറിയാതെ, അല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ്. എല്ലാ അവസ്ഥയിലും മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആന്തോളനം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയമായിട്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന്റെ അറബിയിലുള്ള പേര് തന്നെ നോക്ക്, ഖൽബ്. ഖലബ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറി മറിഞ്ഞു. ഇന്ത്യ രാജ്യത്തെ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് ഹസ്രത്ത് മൊഹാനിയാണ്. ഇൻഖിലാബ് എന്ന വാക്ക് അറബിയാണ്. പിൽക്കാലത്ത് അത് ഉറുദുവിലേക്ക് ചേക്കേറുകയും ചെയ്തു. ഇൻഖിലാബ്, ഇൻഖലബ യൻഖലിബു, ഇൻഖിലാബ് അല്ലേ? മാറി മറിഞ്ഞു. അപ്പൊ ഇൻഖിലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖലബ, ഉള്ള അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി മറിയുന്നതിനാണ് ഇൻഖലബ എന്ന് പറയാ. അപ്പൊ ഈ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, അത് ഭരണകക്ഷിയാണെങ്കിലും അത് പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും ഒക്കെ തന്നെ അവർ വിളിക്കുന്ന ഒരു സ്ലോഗം, അവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യത്തിന്റെ ധ്വനി എന്താണ്? ഇൻഖിലാബ് സിന്ദാബാദ്. ഈ അവസ്ഥ മാറി മറ്റൊരവസ്ഥ വരട്ടെ, എന്നിട്ട് അത് സിന്ദാബാദ്, അത് എന്നേക്കുമായിട്ട് സിന്ദാസേ ചൽ ജായേ, ജീവനോടുകൂടെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതാണ്
ഖൽബ്, അതിൽ അപ്പൊ ഖൽബിൽ നിന്നാണ് അതൊക്കെ വന്നത്. നമ്മുടെ ഹൃദയം ഏത് സാഹചര്യത്തിലും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി, പ്രത്യേകിച്ച് മനുഷ്യന്റെ ഈ ശുദ്ധി നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിന്റെ വ്യത്യസ്ത ചിന്തകൾ ഇങ്ങനെ വരികയാണ്, വ്യത്യസ്ത ചിന്തകൾ വരികയാണ്. അപ്പൊ അതിലേക്ക് പോയി ഇതിലേക്ക് പോയി. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ശരി, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഖൽബിലേക്കാണ്. അപ്പോ do not judge a book by its cover. ഒരിക്കലും ഒരു പുസ്തകത്തെ അതിന്റെ ചട്ട നോക്കി നമ്മളാരും വിലയിരുത്താൻ പാടില്ല. 1980 ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ആംഗലേയർ അതിനെ പല രീതിയിലും വായന നടത്തിയിട്ടുണ്ട്. അത് പുനർവായനക്ക് പുതിയ കാലത്ത് വിധേയമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് അത് പറയാറുള്ളത്? ഒരു പുസ്തകം ചട്ട നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത്. ബുക്ക് സ്റ്റാളിൽ പോകുന്നു, വായനാശീലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ പറയോ അതിന്റെ ചട്ട നല്ല ഭംഗിയുണ്ട്, ഇത് വാങ്ങിക്കോന്ന് പറയോ? അതിന്റെ കണ്ടന്റ് അല്ലേ പ്രധാനം. അത് ഏത് കാര്യമാണെങ്കിലും, കഥയാവട്ടെ, കവിതയാകട്ടെ, നോവലാകട്ടെ, ആത്മകഥയാവട്ടെ, ജീവചരിത്രങ്ങളാകട്ടെ, മറ്റുള്ള ലോക ചരിത്രങ്ങളാവട്ടെ, അത് മുഴുവനും കണ്ടന്റ് നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യപ്പെടുക. ഒരു പുസ്തകത്തിന്റെ ചട്ട നോക്കി നിങ്ങൾ അതിന്റെ അകത്തളം വിലയിരുത്താൻ പാടില്ല എന്ന പോലെ ഒരു മനുഷ്യനെ നോക്കി, ഒരു മനുഷ്യന്റെ പ്രകടനങ്ങളെ നോക്കി, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ലോങ് ടേമിലുള്ള ക്രയവിക്രയാണ്. അതിന് ഇസ്ലാം വളരെ വ്യക്തമായ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദാ തദായൻതും ബിദൈനിൻ ഫല്യക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദൽ. ലോകത്തെ ഏറ്റവും വലിയ ഖുർആനിക സൂക്തം തന്നെ കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന്റെ വിശ്വാസപരമായ നിയമങ്ങളെ പരാവർത്തനം നടത്തുന്ന ഖുർആനിക വേദസൂക്തവാക്യമാണ് അല്ലേ ആയത്തുദ്ദൈൻ. കടത്തിന്റെ ഏർപ്പാട്, ലോൺ എടുക്കുക, ഒരാൾ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങുക, സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ നയനിലപാടുകളെ വിശദീകരിക്കുന്ന ഖുർആനിക സൂക്തമാണ്. വിശുദ്ധ വേദ ഗ്രന്ഥത്തിന്റെ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള, വിശാലതയുള്ള അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സൂക്തമെങ്കിൽ സാമ്പത്തിക ഇടപാട് മനുഷ്യനെ അളക്കാനുള്ള പ്രധാനപ്പെട്ട മാപ്പിനി തന്നെയാണ് എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അത് ഖുർആൻ തന്നെ അതിന്റെ തെളിവാൻ. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്, ഇദാ തദായൻതും ബിദൈനിൻ, നിങ്ങൾ വിശ്വാസികളായ രണ്ടാളുകൾ തമ്മിൽ അത്യാവശ്യം ഒരാൾക്ക് സാമ്പത്തിക ആവശ്യം വരികയാണ്, നമ്മളൊരു നീടുണ്ടാകുമ്പോ മറ്റൊരാളോട് കടം ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ആ ചോദിച്ചുവെന്ന വ്യക്തിക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ഫല്യക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദൽ, മൂന്നാമനായ ഒരാളെ ആ കടം കൊടുക്കുന്ന സദസ്സിലേക്ക് നിങ്ങൾ വിളിച്ചു വരുത്തണം. ആ വിളിച്ചു വരുത്തപ്പെടുന്ന മനുഷ്യൻ ആദിലായ, നീതിമാനായ, വിശ്വസ്തനായ, സാക്ഷി നിൽക്കാൻ കാര്യക്ഷമതയുള്ള മനുഷ്യനാകണം. എന്നിട്ട് അയാൾ എഴുതണം, ഈ സാക്ഷി വിസ്താരത്തോടുകൂടെ തന്നെ എഴുതണം, ഞാൻ ഇന്നാലിന്നയാൾക്ക് 1,00,000 രൂപ അടുത്ത ഡിസംബർ 31 ഉള്ളിൽ അയാൾ എനിക്ക് തിരിച്ചടക്കും എന്ന വ്യവസ്ഥയിൽ ഞാനിതാ കടം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റാള് ആ കടത്തെ ഇതേ വ്യവസ്ഥിതി അംഗീകരിച്ചുകൊണ്ട് ഞാനിതാ സ്വീകരിച്ചിരിക്കുകയാണ്. കൊടുത്ത ആളും ഒപ്പിടുകയാണ്, ഏറ്റുവാങ്ങുന്ന മനുഷ്യനും അവിടെ സൈൻ ചെയ്യുകയാണ്, മൂന്നാമത്തെ മനുഷ്യൻ അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. അവിടെ വിശ്വാസം അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞാല് ഡിസംബർ 31 ഡേറ്റ് ആകുമ്പോ ഈ മനുഷ്യൻ മധ്യതൊഴിലാളികളുടെ അടുക്കലേക്കാണ്. അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ചെമ്പിൽ ചാരായം ഇങ്ങനെ നുരഞ്ഞു പൊങ്ങാണ്. അദ്ദേഹത്തോടും ചോദിച്ചു, നാളെ നേരം വെളുത്തിട്ട് ആളുകൾ എത്ര രൂപയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭം? മധ്യമുതലാളി പറഞ്ഞു 1500 ദീനാർ. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ സഹോദരൻ നേരം പുലരുമ്പോഴേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ. അപ്പൊ മദ്യപാനിയെ മദ്യപാനത്തിൽ നിന്ന് മുക്തനാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു വരുന്ന കസ്റ്റമേഴ്സിനെ കൂടി ആ ദുര്യോഗജനകമായ സ്ഥിതിയിൽ നിന്ന് അദ്ദേഹം സംരക്ഷിച്ചു. വേശ്യാവൃത്തിക്കാരിയായ പെണ്ണിനെ മാത്രമല്ല, വേശ്യാവൃത്തിയിൽ നിന്ന് അദ്ദേഹം ഇദ്ദേഹത്തിനുള്ള സ്വതക്കയുടെ കൂലിയും കിട്ടി. പക്ഷേ ആളുകൾ വിലയിരുത്തി
അപ്പൊ അള്ളാഹു നമ്മുടെ നീയത്തിലേക്ക് നോക്കുന്നു. അവിടെയാണ് ഖൽബിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആളുകൾ എന്ത് പറഞ്ഞോട്ടെ, നൺ ഓഫ് അവർ ബിസിനസ്, അത് നമ്മുടെ തൊഴിലല്ല. അതിലേക്ക്, കാരണം ജനങ്ങളെ നന്നാക്കിയിട്ട് ഒരു മനുഷ്യന് മുന്നോട്ട് പോകുക എന്നുള്ളത് ശ്രമകരമാണ്. അന്നാസു അജ്നാസുൻ, ജനങ്ങൾ പലവിധമാണ്. അതുകൊണ്ട് ആളുകൾക്ക് പല രീതിയിലും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും, അഭിപ്രായ അന്തരങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വൈഭിന്യങ്ങൾ ഉണ്ടാകും, വിഭാഗീയതകൾ ഉണ്ടാകും. ഖുലിഖൽ ഇൻസാനു ദഈഫാ, ഏറ്റവും ബലഹീനനായിട്ടല്ലേ മനുഷ്യന് പടക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ ബലഹീനനാണ്. ആ ബാലിശത, അവന്റെ ബാലാരിഷ്ടത, അത് പല ഘട്ടങ്ങളിലും മുഴച്ചു നിൽക്കും. അവന്റെ സ്വഭാവങ്ങളിലുണ്ടാകും, സംഘർഷങ്ങളിലുണ്ടാകും. ചിരിച്ചുകൊണ്ടിരിക്കുന്നവൻ കരയും, കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ദേഷ്യപ്പെടും. കാരണം എന്താണ്? അത് മനുഷ്യന്റെ ഖിൽഖത്താണ്, അവന്റെ ത്വബീഅത്താണ്. അപ്പം അങ്ങനെയുള്ള ജിബില്ലത്തൻ, ഒരുപാട് പ്രകൃതിപരമായിരിക്കുന്ന വീക്ക്നെസ് മനുഷ്യനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലികുല്ലിൻ മിൻകും ഖരീൻ, അങ്ങനെ നമ്മുടെ ഖൽബിനെ എങ്ങനെ പിഴപ്പിക്കാൻ, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പരിവർത്തനങ്ങൾ കൊണ്ടുവന്ന് ദീനിന്റെ ചിന്തയിൽ നിന്ന് നമ്മളെ പിറകോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു ഇബ്ലീസ് ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ എവിടെയാണ്? അത് ഖൽബിന്റെ ഉള്ളിലാണ്. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു, ഒരു വീക്കെൻഡ് കോൺഫറൻസ് അല്ലെ. ജുമാക്ക് വേണ്ടി എല്ലാവരെയും അതത് മസ്ജിദുൽ ജാമിഅ, ജുമാ മസ്ജിദിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ചിട്ടൊരു കോൺഫറൻസ് നടത്താൻ, അതിനുവേണ്ടി നമ്മുടെ നോട്ടീസ് അടിച്ചിട്ടില്ല, ഒരു വാട്സപ്പ് പ്രചരണങ്ങൾ നടത്തിയിട്ടില്ല. എന്നിട്ടും ആഖിലും ബാലിഗും ഹുർറും മുകല്ലഫുമായ പ്രായപൂർത്തിയെത്തിയ സകല പുരുഷന്മാരും ഒരു വിളംബരമില്ലാതെ തന്നെ ഓരോ വെള്ളിയാഴ്ചകളിലും പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അവര് 4 റക്അത്തുള്ള ളുഹർ നിസ്കാരത്തെ 2 റക്അത്താക്കി നിസ്കരിക്കുന്നു ഇമാമിന്റെ കൂടെ. ബാക്കിയുള്ള 2 റക്അത്തിന് പകരം ആ പള്ളിയിൽ മുഴങ്ങി കേട്ടത് ഇമാം സാഹിബിന്റെ 2 പ്രഭാഷണങ്ങളാണ്. ആ 2 പ്രഭാഷണങ്ങളും ശരിയാവണമെങ്കിൽ, മതത്തിന്റെ കാഴ്ചപ്പാടിൽ അത് സ്വീകാര്യമാകണമെങ്കിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയുണ്ട്. അതിൽ ഒന്ന് അൽ വസിയ്യതു ബിത്തഖ്വ. ഇമാം ഖതീബ് സാഹിബ് 2 പ്രഭാഷണങ്ങളിലും ഓഡിയൻസ് ആകുന്ന ജനങ്ങളെ, ആബാലവൃദ്ധം വരുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ്. ഖൽബ് നന്നാക്കാൻ വേണ്ടി അവരോട് പറയുകയാണ്, ഊസീകും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ജനങ്ങളെ, എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമായിട്ട് വസിയത്ത് ചെയ്യുകയാണ്. എന്താണ് വസിയത്ത് ചെയ്യുന്നത്? ബിത്തഖ്വല്ലാഹ്, തഖ്വയോടുകൂടെ ജീവിക്കണം. അപ്പൊ ഏതാണ് പേടിക്കേണ്ടത്? ഖൽബ്, ഖൽബ് നന്നാവുക, അല്ലാഹുവിനെ പേടിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. ഇൻ തത്തഖുല്ലാഹ്, ജനങ്ങളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ പേടിച്ചിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാനാ, നിങ്ങൾ ഭഗീരഥ പ്രയത്നം നടത്താതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ധകാര നിബിഡമായ വിജനമായ ഇടപെടികളിലൂടെ നടന്നു പോകുമ്പോ ഒരു വഴി, ഒരു ഫുർഖാൻ, നന്മ തിന്മകളെ വേർതിരിച്ച് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് അല്ലാഹു തആല നിങ്ങളുടെ ഖൽബിലേക്ക് ഇട്ട് തരുന്നതാണ്. വയുകഫിർ അൻകും സയ്യിആതികും, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ റബ്ബ് തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. വയഗ്ഫിർ ലക്കും, അല്ലാഹു പാപമോചനം നടത്തുന്നതാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അപ്പൊ എല്ലായിടത്തും ഒരു വീട് വിജയിച്ചു എന്ന് പറയാനേ നമ്മളെ മക്കളൊക്കെ പഠിച്ചോനെ പേടിയുള്ള മക്കളാവുക. ആണാവട്ടെ പെണ്ണാവട്ടെ, there is a God, he is almighty. മുകളിൽ ഒരുത്തനുണ്ട്, അവൻ എന്നെ കാണുകയാണ്, അവനാണ് പ്രപഞ്ചാണ്ട ഘടാകത്തിന്റെ വിധികർത്താവാകുന്ന തമ്പുരാൻ. അവനിൽ നിന്നാണ് ഞാൻ വന്നത്, അവന്റെ അടുക്കലേക്കാണ് പോകുന്നത്. വന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെ ഞാൻ അവന്റെ സ്ക്രീനിങ്ങിന് വിധേയനാൻ. അവൻ എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ. അവനാകുന്ന മുന്നിൽ HD ക്ലാരിറ്റിയോടുകൂടെ എന്റെ മൂവ്മെന്റ്സ് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ബോധത്തോടുകൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എവിടെയും നമ്മളോ നമ്മളെ മക്കളോ പിഴക്കൂല. കൽബിലാണല്ലോ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ ഹൃദയത്തില് അള്ളാഹുവായിട്ടുള്ള വിശ്വാസത്തിന് ഒരു കമ്മിയും വരാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു. പഠിച്ചോനെ, ജനങ്ങളെ കൽബ് മാറി, ജനങ്ങളെ
കൽബ് മാറിയിട്ടുണ്ട്. ബാഹ്യ പ്രകടനങ്ങൾക്ക് പുറംപൂച്ചുകൾക്ക് ഭംഗിയില്ലല്ലോ, പ്രാധാന്യമില്ലല്ലോ. ബാഹ്യ പ്രകടനങ്ങൾക്ക് അപ്പുറത്ത് ആന്തരികമായ ഈമാനികമായ ആന്തോളനം ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെയാണ് റബ്ബേ നിന്റെ ദീന് വിജയിച്ചത് എന്ന നിഷ്കർഷതയുള്ള ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഖലീഫ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മധ്യാഹ്ന നേരങ്ങളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരി എപ്പോഴാണ് ഉറക്കൊടിച്ച് നടന്നു പോകാറുള്ളത്? നട്ടപ്പാതിര നേരത്ത് അർദ്ധരാത്രിയിൽ വിജനമായ മരുപ്പറമ്പിലൂടെ ഒരു മനുഷ്യൻ തേരാളിയെ പോലെ ഏകാന്തപതികനായി അപ്പുറത്തുള്ള കോലായിൽ ഇരിക്കുന്ന ഉമ്മാനോട് മോള് വിളിച്ചു പറയാണ്, ഉമ്മ ഇന്ന് നമ്മുടെ പാലിന്റെ അളവ് കുറച്ച് കുറവാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നതാണ്, അവര് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പാല് കിട്ടൂല മാതാവേ, ഇന്നത്തെ പാലിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. മാതാവ് ഉമ്മറ കോലായിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മകളോട് മറുപടി പറയാണ്, മോളെ നേരം പുലർന്നിട്ടില്ല, ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ മൂടുപടത്തെ പ്രപഞ്ചം വകഞ്ഞു മാറ്റിയിട്ടില്ല, പ്രഭാത വിടർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഉപഭോക്താക്കൾ വന്നു കയറുന്നതിന്റെ മുമ്പ് തന്നെ പാലിന്റെ പാത്രത്തിലേക്ക് എത്രയാണോ പാല് കുറവുള്ളത് അത്ര അളവിൽ നീ വെള്ളം ഒഴിച്ചിട്ടത് ബാലൻസ് ചെയ്യണം മോളെ. കാരണം എന്താണ്? നമ്മളെ പ്രതീക്ഷിച്ചു വരുന്ന ഉപഭോക്താക്കളിൽ ഒരാൾക്ക് പോലും പാല് കിട്ടാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് പാലിലേക്ക് കമ്മിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം മോളെ. ഇപ്പൊ ചെയ്താൽ അതൊരാള് പോലും കാണൂല, അത് തിരിച്ചറിയാൻ നമ്മുടെ കസ്റ്റമേഴ്സിനും കഴിയൂല. അത് പറഞ്ഞപ്പോ ആരും കാണൂല എന്ന വാക്ക് തെറ്റാണ് ഉമ്മ. റബ്ബ് തമ്പുരാൻ നമ്മുടെ വീടിന്റെ മട്ടുപ്പാവിന്റെ മുകളിൽ നിന്ന് മേൽക്കൂരയുടെ ഉള്ളിലൂടെ നമ്മുടെ കൃത്യങ്ങളെ കാണുകയാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയേക്കാൾ ഉപരി നമ്മുടെ കൽബല്ലയോ നമ്മുടെ റബ്ബ് കാണുന്നത്. അതുകൊണ്ടത് വഞ്ചനയല്ലയോ മാതാവേ. ആ വഞ്ചനക്ക് കൂട്ടുനിൽക്കാൻ കാണുന്ന റബ്ബിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയാത്ത ഞാൻ സന്നദ്ധയല്ല എന്ന് ഓലമേന വീടിന്റെ അടുക്കളയിൽ നിന്ന് ഏകാഗിയായിട്ട് മകൾ മറുപടി പറയുകയാണ്. ഒരു കൗമാരക്കാരിയായ മകളുടെ ഹൃദയാവർജകത്വം തുളുമ്പുന്ന ഈമാനിക പ്രസരണ ശേഷിയുള്ള ശക്തിയുക്തമായ മറുപടിയിൽ ഉമ്മ തന്നെ ഒരു നിമിഷം സ്തബ്ധയായി പോയി. അവസാനം ചരിത്രം പുളകം കൊണ്ടിട്ടാണ് ഇത് വായിച്ചു പൂർത്തിയാക്കാൻ കഴിയുക നമുക്ക്. ആരാ ഇത് കേൾക്കുന്നത്? ചരിത്രം വായിക്കുമ്പോ പുളകം കൊള്ളുന്ന നമ്മളെക്കാൾ ഉൾപുളകത്തോടുകൂടെ ഈ രംഗത്തെ ലൈവായിട്ട് ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഉത്തരാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖലീഫയുടെ മനസ്സിങ്ങനെ തപിച്ചുപോയി. അല്ലാഹുവിനോട് ദുആ ചെയ്തു ഉമർ തങ്ങള്, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, രാത്രികാലങ്ങളിൽ ഉറക്കമിളച്ച കണ്ണുകളുമായിട്ട് കണ്ണിലെണ്ണയൊഴിച്ച് എന്റെ ഭരണീയരുടെ ക്ഷേമാഐശ്വര്യങ്ങൾ അറിയാൻ വേണ്ടി രായ്ക്ക് രാമാനം ഈ ഊടുവഴികളിലൂടെ ഉമർ നടന്നുകൊണ്ടിരിക്കുന്ന സഞ്ചാര പദങ്ങളിൽ ആനന്ദം വർദ്ധിക്കുകയാണ്. പടച്ചോനെ, കൗമാരക്കാരികളായ പെണ്ണുങ്ങളുടെ ഹൃദയം പോലും നിന്നെ കണ്ടെത്തി കഴിഞ്ഞു അല്ലാഹ്. ഉമർ ഖലീഫ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ നേരം വെളുക്കാൻ കാത്തിരുന്നു. അയൽപക്കക്കാരായ ആളുകളോട് അന്വേഷിച്ചു, ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി മാരീഡ് ആണോ? അല്ല, അവൾ അവിവാഹിതയാണ് എന്നറിഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല എന്നാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന് പറയുന്ന തന്റെ സീമന്ത പുത്രനെ പോയി സമീപിക്കുകയാണ്. പെൺകുട്ടിയെ കാണാൻ നിന്നിട്ടില്ല. അവൾ കൗമാരക്കാരിയാണ്, അവൾ സുമുഖിയാൻ. ഏതാണ് സുമുഖത? അത് ഹൃദയത്തിന്റെ സുമുഖതയാണ്. അവൾ സുന്ദരിയാൻ. ഏതാണ് സൗന്ദര്യം? അത് ഖൽബിന്റെ സൗന്ദര്യമാണ്. അതുകൊണ്ട്
പെണ്ണുങ്ങൾ 4 കാര്യത്തിൽ വിവാഹം ചെയ്ത് പോകാറുണ്ട്. നിക്കാഹിന്റെ ഖുതുബയിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, തുങ്കഹിൽ മർഅതു ലിഅർബഇ ഖിസാൽ. 4 കാര്യങ്ങൾക്ക് സാധാരണ രീതിയിൽ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ലിമാലിഹാ, അവരുടെ സ്വത്ത് നോക്കിയിട്ട് അവളെ പോകാറുണ്ട്. വലി ജമാലിഹാ, ആ പെൺകുട്ടിയുടെ സീനത്ത് നോക്കിയിട്ട് കെട്ടിക്കൊണ്ടുപോകാറുണ്ട്. വലി ഹസബിഹാ, ആ പെണ്ണിന്റെ തറവാട്, അവര് വരേണ്യ തറവാട്ടുകാരാണ്, അവർ കുലമഹിമയുള്ള അഭിജാത്യത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് മേൽവിലാസം നോക്കി പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാറുണ്ട്. വലിദീനിഹാ, ചില പെൺകുട്ടികളെ അവരുടെ ദീന് മാത്രം നോക്കിയിട്ട് കെട്ടിക്കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് നബിതങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്, ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെൺകുട്ടിയെ കെട്ടിയവർ മുഴുവൻ ജയിച്ചു എന്ന് പറഞ്ഞാല് ദീനുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നിങ്ങൾ വിജയിച്ചോ. ബാക്കിയുള്ളതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ദീനുള്ള പെൺകുട്ടിയെ കെട്ടിക്കഴിഞ്ഞാൽ ആ സൗന്ദര്യം നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ്. ആ സൗന്ദര്യം, അവരുടെ കുലീനത, അവരുടെ ആ ഒരു രമണീയ കാന്തി അല്ലേ, അവരുടെ ശരീരത്തിന്റെ സൗരഭ്യത്തെക്കാൾ അവരുടെ ഹൃദയത്തിന്റെ സൗരഭ്യം, അതിങ്ങനെ ആസ്വദിക്കാൻ ആ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും അവൾ ഇടപെടുന്ന ടോട്ടൽ കമ്മ്യൂണിറ്റിക്കും സാധ്യമാകുന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെണ്ണ്, a woman is a scientist by nature, അവൾ പ്രകൃതിപരമായിട്ട് തന്നെ ശാസ്ത്രജ്ഞയാണ്. and man by books, പക്ഷേ പുരുഷന്മാരെ ശാസ്ത്രജ്ഞരാകുന്നത്, അഭ്യസ്തവിദ്യരാകുന്നത് by books, അത് പുസ്തകങ്ങളിലൂടെ പഠിച്ചിട്ടാണ്, ആർജിച്ചെടുത്തിട്ടാണ്, അപഗ്രഥനം നടത്തിയിട്ടാണ്. പെണ്ണ് അങ്ങനെയല്ല. പെണ്ണ് സയന്റിസ്റ്റ് ആയത് by nature, അവൾ പ്രകൃതിദത്തമായിട്ട് തന്നെ സയന്റിസ്റ്റ് ആണ്. ഒരു കുട്ടിയുടെ ശരീരഭാഷ ഒരു ഉമ്മാക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാണ്. ഒരു കുട്ടിയുടെ വിശപ്പ്, ആ കുട്ടി കരയണത് എന്തിന്, അങ്ങനെ പ്രകൃതിയെ തന്നെ അങ്ങനെ അറിയാൻ ഒരു പെണ്ണിന് സാധ്യമാകുന്നതാണ്. അതുകൊണ്ടാണ് ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ വേണം എന്ന് ചരിത്രം ആവശ്യപ്പെടാൻ കാരണം, ചരിത്രം അവകാശപ്പെടാൻ പോലും കാരണം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പെണ്ണ്, ഫിത്രത്ത് നിലക്ക് തന്നെ സയന്റിസ്റ്റായ ശാസ്ത്രജ്ഞയായ ഒരു പെൺകുട്ടി, ദീനും കൂടിയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ, അവളെ ഖൽബ് നന്നായിട്ടുണ്ടെങ്കിൽ, ഇന്ന സ്വലാഹൽ മർഅതി സ്വലാഹുൽ മുജ്തമഅ, ഒരു പെണ്ണിന്റെ നന്മ അത് കമ്മ്യൂണിറ്റിയുടെ, സൊസൈറ്റിയുടെ മൊത്തം നന്മയുടെ കാരണമാണ്. ഒരു വീട്ടിൽ ഒരു പെണ്ണ് നന്നായാല് ആ വീട്ടിലെ മക്കൾ മുഴുവൻ നന്നാവാൻ. കാരണം റോൾ അവൾക്കാണ്, അവളാണ് ഹോം മിനിസ്റ്റർ. അതുകൊണ്ട് മിനിസ്ട്രി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളാണ്. പുരുഷൻ ഏൺ ചെയ്യുന്നു, ഇൻകം പുരുഷനാണ്, റവന്യൂ പുരുഷനാണ്, കാര്യകർത്തവ്യങ്ങളൊക്കെ പുരുഷന്റെ കയ്യിലാണ്. പക്ഷേ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവൽ അത് പെണ്ണിന്റെ കയ്യിലാണ്. അവളാണ് ആധികാരികമായിട്ട് ആ റോൾ എടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറ്റി വിമർശകന്മാരൊക്കെ തന്നെ മുനവെച്ച തൂലിക ചലിപ്പിച്ചിട്ട് വലിയ വിമർശനങ്ങൾ പറയാറുണ്ട്. എന്ത്? 9 വയസ്സുകാരിയായ ആയിഷ എന്ന പെൺകുട്ടിയെ മണിയറയിലെ വിരിപ്പിലേക്ക് കൊണ്ടുപോയ ആളാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഊദു ബില്ലാഹ്. ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവിയെ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്യുന്നത് അവിടുത്തെ നുബുവത്തിന്റെ ശേഷമാണ്. നുബുവത്തിന്റെ ശേഷം അവിടുന്ന് ചെയ്തതൊന്നും അവിടുത്തെ തീരുമാനമേ അല്ല, അത് റബ്ബിന്റെ തീരുമാനമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം അഭിപ്രായ പ്രകാരം ഒരു കാര്യവും വഹയിന്റെ ശേഷം ചെയ്തിട്ടില്ല, പ്രവാചകത്വത്തിന്റെ ശേഷം ചെയ്തിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിൽ നിന്ന് വഹയായിട്ട് നിവേദനം അല്ലെങ്കിൽ അറിവ് വഹയി ലഭ്യമായതിന്റെ ശേഷമല്ലാതെ പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഭിപ്രായത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോ നുബുവത്തിന്റെ മുമ്പ് നബി തങ്ങൾ ചെയ്തത് ഒറ്റ വിവാഹമാണ്, ആകെ ചെയ്തത് ഒറ്റ കല്യാണമാണ്. നുബുവത്തിന്റെ മുമ്പ് അല്ലേ, മഴ ചെറിയ മഴ ഉണ്ടല്ലേ, അൽമത്റു മിൻ റഹ്മത്തില്ലാഹ്. പഠിച്ചോന്റെ റഹ്മത്ത് കഴിയും പോലൊക്കെ ആസ്വദിക്കുക. അത് ആസ്വദിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആകുമ്പോ പറ്റുന്ന ഭാഗത്തേക്ക് മാറി നിൽക്കുക. വേനലിലുള്ള മഴയൊക്കെ വലിയ കടാക്ഷാണ്. ഇത്ര സ്ഥലത്താണ് ദുആ നടക്കുന്നത് അല്ലേ. പഠിച്ചോനെ അല്ലാഹുമ്മ അഗീസ്നാ വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. എന്താ ഖാനിത്? ഞങ്ങളെ ക്ഷാമമുള്ള ആൾക്കാരിൽ പെടുത്തല്ല റബ്ബേ, ഞങ്ങൾക്ക് ക്ഷേമം നൽകു റബ്ബേ. അതാണ് ക്ഷേമം വേണമെങ്കിൽ. എന്താ ചൂടൊക്കെ, മീനച്ചൂടിന്റെ വറുതിയിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ.
എന്നിട്ട് തന്നെ ചൂട് സഹിക്കാൻ കഴിയണില്ല. ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കൂടുകയാണ്, എരിഞ്ഞു പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷിപ്പറവകൾ വട്ടമിട്ടാടുന്നു, പൈതാഹമാൽ മൃഗവർഗം ചരിയുന്നു. അല്ലേ, ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ആളുകളും അതിന്റെ കഷ്ടപ്പാടിലാണ്. പ്രകൃതി മാറിക്കഴിഞ്ഞാൽ മനുഷ്യൻ മാറിയില്ലേ? എന്തൊക്കെയാണ് ഈ അത്ഭുതങ്ങൾക്കിടയിലല്ലേ നമ്മൾ സജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാലൻസ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ സൂര്യൻ ഇപ്പം നിലകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പെർസിമൂവേന്ന് പണ്ട് പിന്നെ പറഞ്ഞില്ലേ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി, അപ്പെർസിമൂവേ, അത് അതിന്റെ സഞ്ചാരപഥത്തിലൂടെ ഇറ്റ് ഈസ് മൂവിങ് എന്ന് പറഞ്ഞപ്പോ അന്നത്തെ ഭരണകൂടം ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ തൂക്കിക്കൊന്നു. കാരണം സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പ്രിന്റ് ചെയ്ത് പഠിപ്പിച്ച സയൻസിന്റെ പുസ്തകത്തില് സൂര്യൻ സഞ്ചരിക്കാതെ നിന്ന് കത്തുകയാണ് എന്നാണ് അന്നത്തെ ഭരണകൂടം എഴുതിവിട്ടത്, പ്രചരിപ്പിച്ചത്. അപ്പൊ അത് തിരുത്തേണ്ടി വരൂലേ? അത് നമുക്കുള്ള മാനക്കേടല്ലേ? ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അന്ന് കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് സഞ്ചരിക്കുകയാണ്. എന്താണ് തെളിവ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വിശുദ്ധ ഖുർആന് പോലും അത് പറഞ്ഞിരിക്കുകയാണ്. സൂറത്ത് യാസീനിൽ നമ്മൾ പാരായണം ചെയ്യണല്ലോ, അതിന്റെ മുസ്തഖറിലൂടെയാണ് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭ്രമണപഥത്തിലൂടെയാണ്. ആ ഭ്രമണപഥം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ, അതൊന്ന് മുകളിലേക്കായാൽ ഭൂമി മഞ്ഞു വീണിട്ട് മരവിച്ചു പോകുമത്രേ. നമ്മളെ ബ്ലഡ് കോട്ടാവും. മൈനസ് ഡിഗ്രിയിലേക്ക് പോയിട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥിതി മുഴുവൻ ഡിസോർഡർ ആകും. മനുഷ്യന് ആസ്തമ വന്നിട്ട് ശ്വസിക്കാൻ കഴിയൂല. അവസാനം ശ്വസന പ്രക്രിയ താളം തെറ്റും. ജീവജാലങ്ങൾ മരിച്ചു വീഴും. മരിച്ച ജീവജാലങ്ങൾ ശവങ്ങളായി, കബന്ധങ്ങളായി പതിറ്റാണ്ടുകളോളം കിടക്കും ഇവിടെ. കാരണം എന്താണ്? മൈനസ് ഡിഗ്രി അല്ലേ. ഇനി അതൊന്ന് നിലവിലുള്ള മുസ്തഖറിൽ നിന്ന്, ഭ്രമണപഥത്തിൽ നിന്ന് ഒരു ചെറിയൊരു അംശം ഒന്ന് താഴേക്ക് വന്നാല് അതിന്റെ രശ്മികളെ താങ്ങാൻ കഴിയാതെ ചുട്ട് പഴുത്തിട്ട് മനുഷ്യൻ ചൂട് കൊണ്ട് മരിച്ചു. അസീസായ ഒക്കെ നിങ്ങൾ പ്രതാപശാലിയായ, അലീമായ, സർവജ്ഞനായ, എല്ലാ അറിവിനേക്കാളും മുകളിലുള്ള അറിവാണ് റബ്ബിന്റെ അറിവ്. അസീസ്, ഉഗ്ര പ്രതാപിയാണ് റബ്ബ്. അവന്റെ പ്രതാപം പിന്നെ ആർക്കാണുള്ളത്? പ്രതാപശാലിയായ, സർവജ്ഞനായ അള്ളാഹുവിന്റെ കഴിവാണത്രയത്. അള്ളാന്റെ തഖ്ദീറിലെ ഈ ലോകം പോകുള്ളൂ എന്നാണ്. നമ്മൾ എന്ത് തഖ്ദീർ ഇവിടെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ തഖ്ദീറിലെ ഈ ലോകം പോവുള്ളൂ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ പോയ ആൾക്കാര് എത്ര സാഹസികതയ്ക്ക് വേണ്ടിയാ മുതിർന്നതല്ലേ? 1.5 കോടി ഉറുപ്യ ഒരാൾക്ക് ടിക്കറ്റിന് ചെലവാണ്. ഓഷ്യൻ ഗേറ്റ്, കടലിന്റെ ഗേറ്റ് എന്ന പേരുള്ള ഓഷ്യൻ ഗേറ്റ് എന്ന ടൂർ ഓപ്പറേറ്റേഴ്സ് ആണ് ടൈറ്റൻ എന്ന് പറയുന്ന സബ്മറൈൻ, ഒരു അന്തർവാഹിനി പേടകം നിർമ്മിച്ച് അവർ അവകാശവാദം ഉന്നയിച്ചു. 120 കൊല്ലങ്ങൾക്ക് മുമ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അടിഞ്ഞുപോയ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിന്റെ ഉള്ളറകളെ കാണാൻ നിങ്ങൾക്ക് സുവർണ അവസരമുണ്ട്. മനസ്സുണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിന് പൈസ വേണമല്ലോ. പൈസ ഉള്ളവർക്ക് അതിന്റെ മനസ്സുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോഴാണ് 5 ആളുകൾ അതിനു വേണ്ടി തയ്യാറായത്. 1.5 കോടി ഉറുപ്യ ഒരാൾക്ക്. പാകിസ്ഥാനിലെ 52 വയസ്സുകാരനായ ഉപ്പയും അദ്ദേഹത്തിന്റെ മകനും ഒരു വീട്ടിൽ നിന്നാണ് അത് കാണാൻ ഇറങ്ങിപ്പോയത്. പക്ഷെ അവർ പോയത് എങ്ങോട്ടാണ്? If your death is written in the depth of ocean Atlantic, you will run even a submarine to reach there on time. അല്ലാഹു മലക്കുൽ മൗത്തിനെ വെച്ച് നീ കണ്ടുമുട്ടേണ്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ 5 കിലോമീറ്റർ ആഴത്തിൽ വെച്ചാണ് എന്ന് അല്ലാഹു തീരുമാനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അസ്രായീൽ നിന്നെ തേടി വരിക. നിന്റെ വീട്ടിലേക്ക് നിന്നെ തേടി അസ്രായീൽ വരൂല. വിധിയുടെ പുസ്തകത്തിൽ അല്ലാഹു എഴുതി വെച്ചത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ വെച്ചാവണം അയാളുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ റെന്റ്. അവിടെ വെച്ച് മരണപ്പെടേണ്ട മനുഷ്യ, നീ കടം വാങ്ങുന്നതാണ് ഈവൻ എ സബ്മറൈൻ.
ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന വാഷിംഗ്ടണിലെ ടൂർ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേഷൻ നിർവഹിച്ചിട്ട് കടലിന്റെ അന്തർവാഹിനി പര്യവേക്ഷണം നടത്തുന്ന ആ പേടകത്തിന്റെ അകത്തെ ഒരു സീറ്റ് നീ ബുക്ക് ചെയ്യുന്നതാണ്. ടു റീച്ച് ദേർ, അവിടെ എത്തിച്ചേരാൻ. എന്തിന്? ടൈറ്റാനിക് കാണാനാണോ? അല്ല, അസ്രായീലിനെ കാണാൻ. ഓൺ ടൈം, ഓൺ ടൈം. നമ്മുടെ ട്രെയിൻ ഇന്ന് ഓൺ ടൈമാണ്, നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് ഓൺ ടൈമാണ് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് പറയാറുണ്ട് സമയകൃത്യത പാലിക്കുമ്പോൾ. എന്നാൽ അത്ഭുതമില്ലാത്തൊരു ഓൺ ടൈം ഉണ്ട്. അതാരാണ്? അത് അസ്രായീൽ അലൈഹിസ്സലാമാണ്. നമ്മളെ എപ്പോ റൂഹ് പിടിക്കണോ ആ സമയത്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാകും. അസ്രായീൽ അവിടെ എത്തിയിട്ടുണ്ടാകും എന്നല്ല, അസ്രായീൽ അലൈഹിസ്സലാം എവിടുന്നാണോ റൂഹ് പിടിക്കേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ടാകും. അപ്പൊ നമുക്കൊരു തിരക്കുണ്ടാവില്ല. അപ്പൊ ആൾക്കാർ പറയും നമ്മൾ തിരക്കിലാണ്. നമ്മൾ എന്തിനുള്ള തിരക്കിലാണ്? അസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടാനുള്ള സമയം ഒരു നിമിഷം പോലും പോസ്റ്റ് പോൺ ചെയ്യാൻ വിധി നമുക്ക് അധികാരം തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആൾക്കാരൊക്കെ തട്ടിമാറ്റി ഓടും. ആ ഓട്ടാണ് ടൈറ്റാനിക് കാണാൻ എന്ന് പറഞ്ഞിട്ട് പോയത്. അതെങ്ങോട്ടായിരുന്നു? ഓരോ സഞ്ചാരികളെയും നമ്മൾ ആലോചിക്കുക. ആബാലവൃദ്ധം ജനങ്ങൾ ചിരിക്കുന്നു, ആശുവായി തീരും മരണം മറക്കുന്നു, ആശുപത്രി കട്ടിലാളെ കൈമാറുന്നു, ആംബുലൻസിൻ വീചി നമ്മെ നടുക്കുന്നു, ആതുരാ ശുശ്രൂഷകർ കൈമലർത്തുന്നു, ആരാരും അറിയാ ശ്മശാനവും പുൽകുന്നു. ആരോടും പറയാതെയാണ് അയാൾ പോയത്. ഗൾഫിക്കൊന്ന് പോയി വന്നാൽ നമ്മൾ എത്ര ആള് പരാതി പറയും, എടാ അറ്റ്ലീസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലെങ്കിലും ഒരു വോയിസ് ഇട്ടൂടായിരുന്നോ നിനക്ക്, നീ പോവാണ്. പക്ഷേ പരാതി പറയാത്ത, പരിഭവം തിരിച്ചു കിട്ടാത്തൊരു യാത്ര ഉണ്ട്. ആരാരും അറിയാ ശ്മശാനവും പുൽകുന്നു, മാലാഖ വന്നു പിടിച്ചെന്റെ ദേഹിയെ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4 മാസം ഭ്രൂണമായിട്ട് കിടന്നപ്പോ കിട്ടിയ സാധനാണ് ദേഹി, ദേഹമല്ല. ഒരു ദേഹമായി മാറുന്നതിന്റെ മുമ്പ് തന്നെ ഭ്രൂണത്തിലേക്ക് വന്ന് കൂടുകൂട്ടിയ ആളാണ് ദേഹി, ആത്മാവ്. മാലാഖ വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ. പിന്നെ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് വന്ന് കണ്ടത് ദേഹിയുള്ള ദേഹത്തെ അല്ല. ദേഹി പോയാൽ പിന്നെ മൃതം സംഭവിച്ചു എന്നാ നമ്മൾ പറയാ. മൃത്യു എന്ന് പറഞ്ഞാൽ മരണാണ്. മൃത്യു സംഭവിച്ച ദേഹമാണ് മൃതദേഹം. പിന്നെ നമ്മളെ ഫേസ്ബുക്ക് ഫ്രണ്ട്സും നമ്മുടെ അയൽവാസിയും നമ്മളെ ക്ലാസ്മേറ്റും ഒക്കെ വന്ന് കണ്ടത് നമ്മുടെ ദേഹിയില്ലാത്ത ദേഹത്തെയാണ്, മൃതം സംഭവിച്ച ദേഹത്തെയാണ്, മൃതദേഹത്തെയാണ്. ഇന്ന് മരിച്ചുപോയ ഒരാളെ നാളെ രാത്രിയെ മയ്യത്തെടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ, കാരണം ഗൾഫിലുള്ള ബന്ധുക്കൾ വരണം, ഗൾഫിലുള്ള ഉറ്റവർ വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ മയ്യത്തിനെ വെക്കണമെങ്കിൽ തൊട്ടടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഇലക്ട്രിസിറ്റി സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ഫ്രീസർ അല്ലേ, ചില്ലുകൂട് പോലെയുള്ള മയ്യത്തുകട്ടില് പ്ലഗിന് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മളെ കിടത്തണം. എന്നാൽ ഇന്നലെ രാത്രി നമ്മൾ കിടന്നിട്ട് ഈ ശരീരത്തിന് യാതൊരു വർണ്ണവിവേചനം ഉണ്ടായിട്ടില്ല. ഇത് വിവർണമായിട്ടില്ല. ഇതിൽ നിന്ന് അതിന്റെ പേരിൽ ദുർഗന്ധം വമിച്ചിട്ടില്ല. ഇത്ര ബാക്ടീരിയകൾ അല്ലേ നമ്മുടെ ശരീരത്തിൽ. ആ ബാക്ടീരിയകൾ പ്രവർത്തിക്കണം എന്നുള്ളത് നിയമം. അതിന്റെ അളവ് കൂടാൻ പാടില്ല എന്നുള്ളതും നിയമം. അല്ലാഹു ഓരോ കാര്യത്തെയും ബാലൻസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നോക്ക് നിങ്ങൾ. ഓട്ടിസം ബാധിച്ച കുട്ടികള്, നമ്മുടെ മെന്റൽ ലെവലും ആ കുട്ടികളുടെ മെന്റൽ ലെവലും ചെറിയ മൈക്രോ നാനോ വ്യത്യാസമല്ലേ ഉള്ളൂ. വളരെ ചെറിയ മൈൽഡ് ഡിഫറൻസ് അല്ലേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കുട്ടികളിലും നമ്മളിലും കാണുന്നത്. അല്ലാഹുവേ, ബോധ മനസ്സിനെ ബാലൻസ് ചെയ്ത തമ്പുരാനെ, ശരീരത്തെ ബാലൻസ് ചെയ്ത തമ്പുരാനെ, സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ശരീരത്തിന്റെ പ്രഷർ വ്യവസ്ഥ അത് ബാലൻസ് ചെയ്യപ്പെടാൻ, ആ ബാലൻസ് തെറ്റിയാലാണ് പ്രഷർ ഉണ്ട് എന്ന് പറയാ. അത് ഒന്നുകിൽ കൂടുതലാവാം അല്ലെങ്കിൽ കുറയലാവാം. എല്ലാവർക്കും ഷുഗർ ഉണ്ട്. ഷുഗർ മനുഷ്യ ശരീരത്തിന്റെ എസെൻഷ്യൽ ആയിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിന്റെ ലെവൽ ഹൈ ആവുകയും അതിന്റെ ലെവൽ ലോ ആവുകയും പിന്നെ അത് ഏത് സമയത്തും നമ്മുടെ
കൺട്രോളിനപ്പുറത്തേക്ക് പോവുകയും ചെയ്താലാണ് ആള് ഷുഗർ രോഗിയാവുക. ഷുഗർ ഉള്ള മുഴുവൻ ആളുകളും ഷുഗർ രോഗിയല്ല. നമുക്കൊക്കെ ഷുഗർ ഉണ്ട്, നമുക്കൊക്കെ പ്രഷർ ഉണ്ട്. പക്ഷേ ആ പ്രഷറിനെ ആ ഷുഗറിനെ ഒക്കെ അല്ലാഹു തആല ഈ ബോഡിയിൽ ബാലൻസ് ചെയ്തിരിക്കാൻ, നമ്മുടെ ടെമ്പറേച്ചർ അല്ലാഹു ബാലൻസ് ചെയ്തിരിക്കാൻ തഖ്ദീർ, അതാണ് തഖ്ദീർ. വഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ ഒരു കണക്ക് കൂട്ടലുണ്ട്. അതുകൊണ്ടാണ് ദിക്ർ കൂടെ വേണമെന്ന് പറയാൻ കാരണം. ഹസ്ബുനല്ലാഹ്, അത് അറിഞ്ഞ് ദിക്ർ എല്ലുമ്പോണ്ടല്ലോ അതിന്റെ ഡെപ്ത് കൂടുന്നതാണ്. ഹസ്ബുനല്ലാഹ്, പടച്ചോനെ എന്ത് സംവിധാനങ്ങൾ ലോകത്തുണ്ടെങ്കിൽ എന്താണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആതുര സേവന മേഖലകളിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ആർഷ സംസ്കാരങ്ങൾ വരെ കലക്കി കുടിച്ചിരിക്കുന്ന ആരോഗ്യ വിദഗ്ധനായിരിക്കുന്ന വിശ്വകരൻ സ്റ്റെതസ്കോപ്പ് കഴുത്തിൽ കണ്ട് തൂക്കിയിട്ടിട്ട് വെന്റിലേറ്ററിന്റെ മുന്നിൽ നിന്ന് ബന്ധുക്കളെ കാണാൻ വന്നിട്ട് ICUവിന്റെ മുമ്പിലേക്ക് വന്നിട്ട് അയാള് പറയാൻ, വി ആർ ഹെൽപ്ലെസ്. വൈദ്യശാസ്ത്രത്തിന്റെ ഹ്യൂമൻ അനാട്ടമി മുഴുവൻ കലക്കി കുടിച്ച ഞങ്ങൾ നിങ്ങളുടെ ഉറ്റ ബന്ധുവായ രോഗിയെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ നിസ്സഹായരാണ്. അതുകൊണ്ട് ഇനി മുകളിലുള്ള ദൈവത്തിന്റെ കയ്യിലാണ് കാര്യം, അവനോട് പ്രാർത്ഥിച്ചോ എന്ന് നിരീശ്വരവാദിയായ ഡോക്ടർ പോലും ആതുരാലയത്തിന്റെ പടിയിൽ വന്നിട്ട് മറുപടി പറയുന്നത് വർത്തമാനകാലത്ത് നമ്മൾ കാണുന്ന നിത്യകാഴ്ചയാണ്. ആരോരുമില്ല ശ്മശാനവും പുൽകുന്നു, ആതുരാ ശുശ്രൂഷകർ കൈ മലർത്തുന്നു, ആരോരും അറിയാ ശ്മശാനവും പുൽകുന്നു. മാലാഖ വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ, പൊട്ടിച്ചിരിച്ചു അനന്തരമാചിരി പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും. അല്ലേ, നമ്മൾ ഇന്നോളം ചിരിച്ച ആളുകളാണ്. എത്ര പെട്ടെന്നാണ് ആ ചിരിയൊക്കെ വേർപാടിന്റെ വേപ്പത്ത് പൂണ്ട മനസ്സിലേക്ക് ഊളിയിട്ട് വരുമ്പോ പൊട്ടിച്ചിരികൾ പൊട്ടിക്കരയിലായി രൂപാന്തരം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ലൈഫ് ഈസ് എ ഡ്രാമ, ജീവിതം ഒരു നാടകം. നാടകമേ ഉലകം എന്നൊക്കെ പറയാറില്ലേ നമ്മള്, ഇതൊരു നാടകമാണ്. ഡോക്ടർ വർദ സലാം എന്ന അറേബ്യൻ സാഹിത്യകാരിയുടെ വളരെ ഔപചാരികമായ ഒരു കൃതിയുണ്ട്, അറേബ്യൻ സാഹിത്യ കൃതിയാണ്. അതിനകത്ത് ഒരു കടപ്പുറത്ത് രംഗം പറയുന്നുണ്ട്. എന്നിട്ട് യുവ സാഹിത്യകാരിയായ യുവ കഥാകൃത്തായ ഡോക്ടർ വർദ സലാം എന്ന മുസ്ലിം സാഹിത്യ കുലപതി എഴുത്തുകാരി അവർ സമർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദുനിയാവ് ഇങ്ങനെയാണ്. എന്താണ് രംഗം? ആ രംഗവേദി ഒരു കടപ്പുറമാണ്. ആ കടപ്പുറത്തിലൂടെ തീരപ്രദേശത്തിലൂടെ ഒരു കൊച്ചുകുട്ടി, നിഷ്കളങ്കനായ ബാലൻ, അവനിങ്ങനെ ഓടിക്കതച്ചു ഓടിപ്പോവാൻ. മണലാരണ്യത്തിന്റെ കടപ്പുറത്തെ മൺതിട്ടകളെ വകഞ്ഞു മാറ്റിയിട്ട് അവന്റെ രണ്ടു പാദങ്ങളും അനസ്യൂതം മുന്നിലേക്കൊരു പ്രവാഹം പോലെ ചലിച്ച് പടിതട്ടി പടിതുള്ളി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന വ്യഗ്രതമായ അവന്റെ ഓട്ടത്തിന്റെ ഇടയിൽ അവന്റെ ഒരു പാദത്തിൽ നിന്ന് ആ പാദുകം നഷ്ടപ്പെടുകയാണ്. ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ട അവൻ പെട്ടെന്ന് തിരിച്ച് ആ നഷ്ടമായ പാദുകം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രതയോടുകൂടെ തിരിച്ചോടുന്നതിന്റെ ഇടയിൽ ഒരു ഭീമാകാരമായ തിരമാല വന്നിട്ട് കടപ്പുറത്ത് വിനിഷ്ടമായി പോയ അവന്റെ പാദുകത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നു കടലിന്റെ മടിത്തട്ടിലേക്ക്. ആ കൊച്ചുകുട്ടി രോഷം കൊണ്ടു, എന്റെ ചെരുപ്പ് കടലമ്മ ഇതാ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കടപ്പുറത്ത്, അവർക്ക് കടലമ്മയോട് പറയാനുള്ള സാങ്കേതികമായ ഭാഷകളൊക്കെ തന്നെ കൈവിരലുകളെ കൊണ്ട് നനുത്ത മണൽത്തിട്ടയിൽ എഴുതി പിടിപ്പിക്കാറുണ്ട്. കോഴിക്കോട് കടപ്പുറത്തൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ പോയിട്ട് തിരമാലയോട് പറയാനുള്ളതൊക്കെ എഴുതി പിടിപ്പിച്ചത് എന്റെ ബാല്യകാലത്തിന്റെ പാരവശ്യത്തിലേക്ക് ഓളിയിടുമ്പോ എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പൊ അതുപോലെ ഈ കുട്ടി എഴുതി വെച്ചു, കടലമ്മ കള്ളനാണ്. കാരണം എന്റെ ചെരുപ്പ് അപഹരിച്ചു കൊണ്ടുപോയ തസ്കര വീരൻ കള്ളൻ, അവനാണ് കടലമ്മ. ആ കുട്ടിയുടെ പ്രതിഷേധ അഗ്നി മണൽ പരപ്പിൽ ആഴത്തിൽ വേരൂന്നി. അവസാനം രണ്ടാമതായിട്ട് അതേ രംഗവേദിയായ കടപ്പുറത്തു കൂടെ ഓടി വരുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ആ മത്സ്യത്തൊഴിലാളിക്ക് എല്ലാ ദിവസവും മത്സ്യബന്ധനം നടത്തിയിട്ട് കിട്ടുന്ന കടൽ വായ്ക്ക എന്നും പറയുന്ന ഈ മത്സ്യചാകര കൊണ്ട് അത് വിറ്റ് കിട്ടുന്ന
നാണയത്തൊട്ടിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം അദ്ദേഹം കൂട്ടിമുട്ടിക്കുന്നത്. ആ മത്സ്യത്തൊഴിലാളിക്ക് ഈ കുട്ടി പറഞ്ഞ ഭാഷ അംഗീകരിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ടായി. അദ്ദേഹം രണ്ടാമതായിട്ട് ആ കുട്ടി എഴുതി പിടിപ്പിച്ച അക്ഷരങ്ങൾക്കപ്പുറത്ത് കടലിനെ പറ്റി എഴുതി പിടിപ്പിച്ചു, കടലമ്മ അന്നമാണ്. ശരിയാണ്. അദ്ദേഹത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കഞ്ഞിയിൽ മണ്ണ് വീഴാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഈ കടലമ്മയാണ്. കടലമ്മ കൊടുക്കുന്ന മത്സ്യസമ്പത്താണ്. അപ്പൊ അദ്ദേഹം എഴുതി കടലമ്മ അന്നമാണ്. മൂന്നാമത് അതേ കടപ്പുറത്ത് കൂടെ ഓടി വരുന്നത് ഒരു 35 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയാണ്. അവൾ മാറത്തടിച്ചിട്ട് നിലവിളിച്ചിട്ട് വേപതു പൂണ്ട മനസ്സുമായിട്ട് അട്ടഹസിച്ചിട്ട് കരഞ്ഞുകൊണ്ട് തളർന്നു വരുന്നുണ്ട്. എന്തിനാണ് മോളെ നീ കരയുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, കൃത്യം 1 കൊല്ലം മുമ്പ് ഇതേ നേരത്ത് ഇതേ കടപ്പുറത്ത് വെച്ചാണ് എന്റെ 3.5 വയസ്സുള്ള കുഞ്ഞുമോൾ സായാഹ്ന വേളയിൽ തീരദേശത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉഗ്രകോപം പൂണ്ട ക്ഷോഭിക്കുന്ന ഒരു തിരമാല വന്നിട്ട് എന്റെ മോളെ അപഹരിച്ചു കൊണ്ടുപോയത്. മണിക്കൂറുകളോളം തെരഞ്ഞിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത എന്റെ കുഞ്ഞു പൈതലിന്റെ മൃതദേഹം സന്ധ്യാമയങ്ങുന്ന നേരത്താണ് കടപ്പുറത്ത് അടിഞ്ഞു പോയത്. എന്റെ കുഞ്ഞിന്റെ മൃതദേഹവുമായാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ആ ഓർമ്മ പുതുക്കാനാണ് ഇന്ന് എന്റെ മോളെ ഓർമ്മ തേടി ഞാൻ ഈ കടപ്പുറത്ത് വന്ന് നിൽക്കുന്നത്. രണ്ടുപേരും എഴുതിയ അഭിപ്രായത്തിന്റെ തൊട്ടപ്പുറത്ത് 35-കാരിയായ അമ്മ എഴുതി വെക്കുകയാണ്, കടലമ്മ കൊലയാളിയാണ്. എന്റെ കുഞ്ഞുമോളെ കൊല ചെയ്ത കൊലയാളി 1 കൊല്ലം മുമ്പ് ഈ കടപ്പുറത്ത് വെച്ചിട്ട് അവളെ അപഹരിച്ചു കൊണ്ടുപോയി കൊല ചെയ്ത കൊലയാളിയാണ് കടലമ്മ. അതുകൊണ്ട് കടലമ്മ കൊലയാളിയാണ്. നാലാമത് അതേ കടപ്പുറത്തു കൂടെ ഓടി വരുന്നത് ഒരു മുങ്ങൽ വിദഗ്ധനായ മനുഷ്യനാണ്. കൃത്യം 2 ആഴ്ചകൾക്ക് മുമ്പ് അയാൾ കടലിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോവുകയും ആകസ്മികമായിട്ട് ഓർക്കാപ്പുറത്ത് അയാളുടെ കരവലയങ്ങളിൽ ഒരു മുത്തുച്ചിപ്പി തടയുകയും ചെയ്യാൻ. ആ മുത്തുച്ചിപ്പി ഭദ്രമായി മുറുക്കി പിടിച്ചിട്ട് അദ്ദേഹം കടലിന്റെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വന്ന് വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ഒരു പീച്ചാത്തി കൊണ്ട് മുത്തുച്ചിപ്പിയുടെ വയറ് കീറിയപ്പോ അതിനകത്ത് നിന്ന് വളരെ അമൂല്യം എന്ന് വിപണിയിൽ വിലയിരുത്തപ്പെടുന്ന ഒരു രത്നമാണ്, ഒരു മോത്തി, ഒരു പേൾ, ഒരു മുത്താണ് കിട്ടിയത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം വഴിമാറി. അദ്ദേഹം അതിന്റെ പേരിൽ മാത്രം ലക്ഷപ്രഭുവായി. അത് വിറ്റ് അദ്ദേഹം സമ്പന്നനായി. അദ്ദേഹം ആ കടപ്പുറത്ത് കൂടെ അങ്ങനെ വരുമ്പോ ഈ 3 പേരുടെയും അഭിപ്രായം ഇങ്ങനെ വായിച്ചിട്ട് നാലാമത് അദ്ദേഹം എഴുതി, ഇതൊന്നും അല്ല, കടലമ്മ ഭാഗ്യമാണ്. ആകസ്മികമായിട്ട് ഓർക്കാപ്പുറത്ത് എന്റെ കരവലയങ്ങളിൽ തടഞ്ഞുപോയ ഒരു മുത്തുച്ചിപ്പിയിലൂടെ എന്റെ ജീവിതത്തിന്റെ രംഗം തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന വിപ്ലവകാരിയാണ് കടലമ്മ എന്ന് അദ്ദേഹം എഴുതി വെച്ചു. ഇത് 4 ആള് എഴുതി വെച്ചത് ആ നാട് കാണാൻ വന്ന ഒരു ബ്രിട്ടീഷ് സായിപ്പ് കാണാൻ. ഈ ബ്രിട്ടീഷുകാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരു നാട് കാണാൻ വന്നാൽ ആ നാടിന്റെ എല്ലാ പൾസും വർക്കല ബീച്ചിൽ പോയാൽ കാണാം. അതുപോലെ തന്നെ മറ്റുള്ള തിരുവനന്തപുരം ജില്ലയുടെ മറ്റുള്ള തീരദേശങ്ങളിൽ പോയാൽ കാണാം. മറ്റുള്ള ടൂറിസ്റ്റുകളെ പോലെയല്ല ആംഗലേയർ ഒന്നുകൂടി മലയാളിയോട് മിംഗിളായിട്ട് സംസാരിക്കാനും അവനായിട്ട് ഞാൻ സംസാരിച്ച സംസാരം എന്റെ ജീവിതത്തിന്റെ അമൂല്യമായ അനുഭവമാണ് എന്ന് റൂമിൽ പോയി എഴുതി വെക്കാനും വ്യഗ്രതയുള്ള ആളുകളാണ്. പക്ഷേ മലയാളി അതിന് മനസ്സ് കൊടുക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അങ്ങനെയാണ് അവർ സഞ്ചരിക്കാറുള്ളത്. അവർ ജീവിതത്തിന്റെ സഞ്ചാരികളാണ്. കാണുന്ന യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ കൽബിന്റെ ഉള്ളിലേക്ക് ഒപ്പിയെടുക്കുകയും അത് ജീവിതത്തിന്റെ ഗുരുവാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ആളുകളാണ്. ഇതുപോലെയുള്ള ഒരു ബ്രിട്ടീഷ് സാഹിബ് ഈ 4 പേരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി കടലിന്റെ മണൽത്തിട്ടയിൽ എഴുതി വെച്ച അക്ഷരങ്ങൾ എന്താണ് താല്പര്യപ്പെടുന്നത് എന്നറിയാൻ അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ തുടികൊട്ടാണ്. ആ ക്യൂരിയോസിറ്റിയോടുകൂടി അദ്ദേഹം ചോദിച്ചു. അപ്പൊ അത് അവരുടെ ആ നാട്ടിലെ ഭാഷയിലാണ് എഴുതി വെച്ചത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരന് ഇത് അറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെ, ഒരു പരിഭാഷകന്റെ സഹായത്തോടുകൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. അദ്ദേഹത്തിന് അത് മനസ്സിലായപ്പോ അദ്ദേഹം ഊറി ചിരിച്ചു. കാരണം ചെരുപ്പ് നഷ്ടപ്പെട്ട കൊച്ചുകുട്ടി കടലിനെ പറ്റി കള്ളൻ എന്ന് പറഞ്ഞു, മത്സ്യത്തൊഴിലാളി കടലിനെ പറ്റി അന്നം എന്ന് പറഞ്ഞു, കുട്ടി നഷ്ടപ്പെട്ട അമ്മ കടലിനെ പറ്റി കൊലയാളി എന്ന് പറഞ്ഞു. അവസാനം ആകസ്മികമായിട്ട് മുത്തുച്ചിപ്പി കിട്ടിയ മുങ്ങൽ വിദഗ്ധൻ കടലിനെ പറ്റി ഭാഗ്യം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇംഗ്ലീഷുകാരൻ 5ാമതൊരു അഭിപ്രായം എഴുതി വെച്ചു, കടലെ നീ തന്നെയാണ് ഈഹലോകം, നീ തന്നെയാണ് ഈഹലോകം.
ഈ 5 അഭിപ്രായങ്ങളുമാണ് ഡോക്ടർ വർദ സലാം തന്റെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മൾ ദുനിയാവില് ഓരോ ആളുകൾ ഓരോ രീതിയിലല്ലേ. അന്നാസ് വജ്നാസ്, ജനങ്ങൾ പലവിധമാണ്. ആ പല ആളുകളും പല ജീവിതത്തിന്റെ കോണുകളിൽ പോകുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളായ നമ്മളെയൊക്കെ ഒറ്റ വികാരമാണ് ഇവിടെ സമ്മേളിപ്പിച്ച ഘടകം. എന്താണ്? ഹറം പാക് ബിയേ, ദീൻ ബിയേ, ഈമാൻ ബിയേ, ഖുർആൻ ബിയേ, कुछ बड़ी बात तो हुई मुसलमान भी है, हरम पाक भी है. നമ്മൾ മുഴുവൻ തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഖിബ്ല ഒന്നാണ്. അത് മലപ്പുറത്തുകാരനായ എന്റേതും തിരുവനന്തപുരം ജില്ലക്കാരായ നിങ്ങളുടേതും വിഭിന്നമല്ല. നമ്മളെ ഒരുമിപ്പിച്ച ഘടകം നമ്മുടെ പഞ്ചായത്ത് വ്യത്യസ്തമാണ്, നമ്മുടെ നാട് വ്യത്യസ്തമാണ്, നമ്മുടെ ഭാഷയിൽ അവാന്തരത പോലും വ്യത്യസ്തമാണ്, നമ്മുടെ കുടുംബങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ കൾച്ചറുകൾ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മളെ ഒന്നാക്കിയ ഘടകം ഹറം പാക് ബിയേ. ഇവിടെ എല്ലാവരുടെയും ഹറം ഒന്നാണ്. ദീൻ ബിയേ, ദീനൊന്നാണ്. ഖുർആൻ ബിയേ, ആഫ്രിക്കക്കാരനും ചൈനക്കാരനും റഷ്യക്കാരനും ഇന്ത്യക്കാരനും അറബിയും അനറബിയും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം അത് ഒറ്റ ഭാഷയിലാണ്. മലയാളി ഖുർആൻ ഓതുന്നത് മലയാളീകരിക്കപ്പെട്ട ഖുർആനിന്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പി, വിരചിതമായ കോപ്പികൾ ഉപയോഗിച്ചിട്ടല്ല. പിന്നെ അതിനാണ് നമ്മൾ മദ്രസ കെട്ടിപ്പൊക്കിയത്, അതിനാണ് ഇൽമിനെ നമ്മൾ വളർത്തിയത്, അതിനാണ് നമ്മൾ മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചത്, അതിനാണ് ഇൽമു പഠിക്കുന്ന മക്കൾക്ക് നമ്മൾ അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. അസീസിയ അറബി കോളേജ് സനദ് ദാനത്തിന്റെ പ്രഭയിലാണ്. എത്ര കൊല്ലം നമ്മളെ കുട്ടികൾ ഇവിടെ ഉസ്താദിന്റെ അടുത്ത് പഠിച്ചു. ഞാൻ പറയുന്നു, ആ 21 മുതഅല്ലിമീങ്ങളിൽ സനദ് വാങ്ങി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതർ ദയൂബന്ത് അടക്കമുള്ള ഉന്നത കലാലയങ്ങളിൽ പോയി ഉപരിപഠനം നടത്താൻ പോവുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ മതത്തിന്റെ ഭൗതികത്തിന്റെ ശാഖകളെ അവർ സ്വായത്തമാക്കാൻ പോവുകയാണ്. അങ്ങനെ നാടിന്റെ വെളിച്ചമാവാൻ പഠിച്ചോനെ, അങ്ങനെ ഞാനാകുന്ന ഇൽമ് പ്രകാശിക്കുമ്പോ ഞാൻ പ്രവേശിക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ പ്രകാശാലങ്കൃതമാകണേ നാഥ. ഞാൻ നേപ്പാളിൽ പോയി, പ്രിയപ്പെട്ടവരെ, 4 ദിവസം അവിടെയായിരുന്നു. ഒരു ഹൈന്ദവ രാജ്യം എന്ന് ലോകത്തെ ഏക ഹിന്ദു രാഷ്ട്രം എന്ന് മുദ്ര കുത്തപ്പെടുന്ന നേപ്പാളിനെ പറ്റി ഭാരതീയൻ പോലും വെച്ചു പുലർത്തിയ ധാരണയെ പൊളിച്ചെടുത്തുന്ന രീതിയിലായിരുന്നു നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല. നല്ല ജനങ്ങൾ, എല്ലാ മതക്കാരും ഇടപെടാൻ പഠിച്ച ജനങ്ങൾ. ഇവിടെ അങ്ങനെ തന്നെ കേരളത്തിൽ അൽഹംദുലില്ലാ ചില ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ തന്നെ ചില വർഗീകരണങ്ങളും ചേരിതിരിവുകളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിന്റെ സൗന്ദര്യം നമ്മൾ എപ്പോഴും ആലോചിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണ്? ഇത് നമുക്ക് വെറുതെ കിട്ടിയതല്ല. നമ്മുടെ കാരണവന്മാരുണ്ടാക്കി തന്ന ഒരു വലിയ പാരമ്പര്യത്തിന്റെ ശ്രേണി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യത്തിൽ അഭിരാമം കൊള്ളുന്നത് എന്ന് ഇടക്കിടക്ക് നമ്മൾ ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഇൻ ദിസ് ന്യൂ ഇന്ത്യ. കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മതം പല ആളുകൾക്ക് ഉപജീവനാണ്. മതം അതേത് മതാവട്ടെ, ഏത് ആചാരാവട്ടെ, അല്ലേ? മതം വഴിപാടുകൾ മാത്രമാകുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. മതം ഒരു സിംബലൈസേഷൻ അല്ല. നമ്മൾ തിരിച്ചറിയണം. കോഴ വാങ്ങാൻ പോകുന്ന, ചന്തയിൽ സാധനം വിൽക്കാൻ പോകുന്ന ആള്, അതുപോലെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ബ്ലാക്കില് സ്വർണം കേരളത്തിലേക്ക് കടത്തുന്നവന് ആദ്യം നിയന്ത്രിക്കണ എന്താണ്? പഠിച്ചോനെ, ഇതൊക്കെ കടത്തി കിട്ടി കഴിഞ്ഞാല് അതിൽ നിന്ന് 2 ലക്ഷം റുപ്യ നിന്റെ പള്ളിക്കാണ് റബ്ബേ, അല്ലേ? കാര്യസാധ്യം. അപ്പൊ സംഗതി വസൂലായത്. ചെയ്ത വഴികളോ എല്ലാം അന്യായങ്ങൾ. അപ്പൊ അന്യായങ്ങൾക്ക് വേണ്ടി മതത്തെ കൂട്ടുപിടിക്കുക. മതം അലങ്കാരമാകുന്ന കാലഘട്ടാണ്. വേഷഭൂഷാദികൾ അലങ്കാരമാകുന്ന കാലഘട്ടാണ്. അവിടെ കൽബ്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ കൽബാണ്, മനസ്സെന്നാവാൻ. റമദാൻ വരുന്നതിന്റെ മുമ്പ് 2 മാസം മുമ്പ് നമ്മൾ ദുആ തുടങ്ങിയതിനാണ്. നാളെ ബറാഅത്തിന്റെ രാവാണ്, ശബേ ബറാഅത്ത്. പരിശുദ്ധ ബറാഅത്തിന്റെ രാവിലേക്ക് നമ്മൾ നാളെ കടക്കുകയാണ്.
അത് ലൈലത്തുൽ ഖദ്ർ പോലെ വളരെ പ്രധാനമായ രാത്രിയാണ്. അവിടെയും ഖൽബാണ് നന്നാവേണ്ടത്. ആയിഷ ബീവിയുടെ മണിയറയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ജന്നത്തുൽ ബഖീഇലേക്ക് ഇറങ്ങിപ്പോയ രാത്രിയാണ്. കാരണം എന്താ? 14-ാം രാവ് എന്ന് പറഞ്ഞാല് ആകാശത്ത് അമ്പിളിക്ക് പൂർണ്ണ ചന്ദ്രാങ്കിത രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ചാന്ദ്രിക രാത്രിയാണ് 14-ാം രാവ്, അല്ലെ? അയ്യാമുൽ ബീളുണ്ട്, അയ്യാമുൽ സൂദുണ്ട്. എല്ലാ അറബി മാസത്തിലും അയ്യാമുൽ ബീളുണ്ട്, അയ്യാമുൽ സൂദുണ്ട്. മേഘാവൃതമല്ലാത്ത, മേഘം നിറയാത്ത തെളിഞ്ഞ മാനത്ത് ആ പൂർണ്ണ ചന്ദ്രനെ നമ്മൾക്ക് കണ്ടെത്താൻ സാധ്യമാകുന്നതാണ്. അതുകൊണ്ടാണ് 14-ാം രാവിന്റെ മുൻസ് എന്നൊക്കെ പറയാറുണ്ട്. 14-ാം രാവുദിച്ചത് മാനത്തോ മക്കത്തോ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പോ 14-ന്റെ രാവിലാണ് ലൈലത്തുൽ ബറാഅ. അപ്പൊ നമുക്കറിയാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാന്റെ കൂടെ കടന്ന പരിശുദ്ധ റസൂലുള്ളാഹിനെ കുറച്ചാണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണതിന്റെ ശേഷം ആയിഷ ബീവി വിരിപ്പിലിങ്ങനെ തപ്പി നോക്കി. എന്റെ ഹബീബിനെ കാണുന്നില്ല. തപ്പിയിട്ട് കാണാതെ വന്ന റസൂലുള്ളാഹിന്റെ ശൂന്യത അനുഭവപ്പെട്ട ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. വിരിപ്പിൽ എന്റെ റസൂലിനെ ഒന്നുകൂടി നോക്കുകയാണ്. റസൂലുള്ളാഹിനെ കാണുന്നില്ല. അവിടുത്തെ വാതിൽ അല്പം തുറന്നിട്ടിരിക്കുകയാണ്. ഞാനും ആ നിലാവിന്റെ പ്രഭയിൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. എന്റെ പ്രിയതമനെ തേടിയിട്ട് ഇറങ്ങി വരികയാണ്. കാരണം എന്താണ്? 14-ന്റെ രാവാൻ. അതുകൊണ്ട് പൂർണ്ണ ചാന്ദ്രിക രാത്രിയാണ്. അന്നത്തെ രാത്രിയിൽ ഒരു ഇത്തിരി വെട്ടത്തിന്റെ ആവശ്യം പോലുമില്ലാതെ ആ രാവിന്റെ പ്രഭയിൽ തന്നെ പുറം ലോകത്തിലൂടെ സഞ്ചരിക്കാനുള്ള വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലാണ് ഞാൻ ജന്നത്തുൽ ബഖീയിലേക്ക്, ഞങ്ങളുടെ ഖബർസ്ഥാനിലേക്ക് കയറിപ്പോയത്. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ അവിടെ കാണുകയാണ്. അവിടുത്തെ 2 കൈയും ഇങ്ങനെ ഉയർത്തി മരിച്ചു കിടക്കുന്ന ഖബറാളികളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്ന പരിശുദ്ധ ഭർത്താവ് തിരുമേനിയെ ഞാൻ അവിടെ വെച്ച് കാണുകയാണ് എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ കഥ പറഞ്ഞു തരികയാണ്. അങ്ങനെയുള്ള രാത്രി വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളല്ലേ അതൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മഹാന്മാര് ചെയ്തിരുന്നത് ദുആക്ക്. അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ ഒന്നും നോക്കാതെ എന്നോട് ദ്വാരനോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ ബാധ്യസ്ഥനാൻ. ഉദ്ഉല്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത് അങ്ങനെയാണ്. ഇജാബത്ത് നിങ്ങൾക്ക് കിട്ടും എന്ന ഉറപ്പോടുകൂടെ റബ്ബിന്റെ ദർബാറിലേക്ക് നിങ്ങൾ കൈ ഉയർത്തി ദുആ ചെയ്യുക. വഅലമൂ, നിങ്ങൾ തിരിച്ചറിയുക, അന്നല്ലാഹ ലാ യസ്തജീബു മിൻ ഖൽബി ഗാഫിൽ, അശ്രദ്ധമായി ചോദിക്കുന്നവന്റെ ഹൃദയം റബ്ബിന് ആവശ്യമില്ല. ചില ആൾക്കാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, മതം വഴിപാടാക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല് ഒരു വഴിപാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യകർത്തവ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ കൈ വെക്കുക, എന്നിട്ട് ചോദിക്കുക. ആ ചോദ്യത്തിന് എന്റെ അടിസ്ഥാനമുണ്ടോ? ഒരു ബോസിന്റെ അടുക്കലേക്ക് സാലറിയിൽ കുറച്ചുകൂടി ഇൻക്രിമെന്റ് വേണം എന്ന് തീരുമാനിച്ചിട്ട് അത് പറയാൻ വേണ്ടി ഒരു എംപ്ലോയി ചെല്ലാൻ ആരെടുത്തേക്കാ പോകേണ്ടത്? വലിയൊരു ബിസിനസ് വെഞ്ചറിലെ ഒരു MD പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണിവൻ, HR പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണിവൻ. ഇനി HR-ന്റെ മുകളിലുള്ള ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുന്ന HR-ന്റെ മുകളിലുള്ള അടുത്ത മാനേജറുടെ പോസ്റ്റിലേക്ക് ഇവന് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവന്റെ ഡ്യൂറേഷൻ അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ ആ കാര്യം ഒന്ന് പറയാൻ ബോസിന് മുമ്പിലേക്ക് പോവാൻ, ബോസിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങി. അപ്പൊ അവന്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കും, അല്ലെ? ഇവൻ എന്തൊക്കെ ശ്രദ്ധിക്കും, അല്ലെ? എന്റെ ഡ്രസ് കോഡ് ശ്രദ്ധിക്കണം, എന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം, ഞാൻ ബോസിനോട് അപമര്യാദയായിട്ട് പെരുമാറാതിരിക്കണം, എന്റെ ശരീരം പോലും അദ്ദേഹത്തിന് നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യും? ബോസിന്റെ അടുക്കലേക്ക് പോകുന്നതിന്റെ മുമ്പ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ വെരി സൈലന്റ് മോഡിലേക്ക് കൊണ്ടുപോകും. മൊബൈലിന്റെ ഒരു വൈബ്രേഷന്റെ അനുരണനം പോലും ആ റൂമിൽ കേൾക്കാൻ പാടില്ല എന്ന് ബോസിനല്ല നിയമം, ഈ പോകുന്നവനാ നിയമം. കാരണം എന്റെ പൊളൈറ്റ്നെസ്സിനാണ് ഇന്ന് മാർക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ എത്രമേൽ താണ് കൂണ് ചോദിച്ചോ അതിനാണ് എനിക്ക് റിപ്ലൈ കിട്ടാൻ പോകുന്നത്. അങ്ങനെയല്ലേ പോവുക? ആ പോകുന്നതിന്റെ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരാള് ബോസ് ഇദ്ദേഹത്തോട് ഇങ്ങനെ മറുപടി പറയുന്നതിന്റെ ഇടയിൽ, ഇദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് വന്നൊരു കോൾ അറ്റൻഡ് ചെയ്താലുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്, അല്ലേ? നബി തങ്ങൾ പറയാണ്, ദ്വാനെ പറ്റി പറഞ്ഞപ്പോ നിങ്ങളൊക്കെ പഠിച്ചവനോട് ചോദിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ ചിന്തിക്കണം, ഈ കോവിഡ് വന്നിട്ട് മില്യണേഴ്സും ട്രില്യണേഴ്സും ഒക്കെ കുത്തുപാൾ എടുത്തൊരു കാലാണ്, അല്ലേ?